ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ ട്രിപ്പ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ രേഖയും ബാനുവും ജെത്തിക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. രാവിലെ ആയിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. അപ്പോൾ അവർ 3 പേരും ഞങ്ങളെ എയർപോർട്ടിൽ വിട്ടു. മിഴിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. മോൺട്രിയലിലേക്കാണ്. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും. മോൺട്രിയലിലാണ് പ്രജേട്ടൻ്റെ ഏട്ടനും വൈഫും താമസിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. 1 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ അവരെ കാണാൻ പോകുന്നത്. അങ്ങനെ കറക്റ്റ് സമയത്ത് നമ്മൾ എയർപോർട്ടിലെത്തി. ഫ്ലയർ എയർലൈൻസിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ടിക്കറ്റ് ചാർജ് ഡബിൾ ആയിരുന്നു ഇപ്പോൾ എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ തവണ പോയിരുന്നതിൻ്റെ ഡബിളായിരുന്നു. പിന്നെ ഞാൻ കാണിച്ചു തന്നില്ലേ ആ ബോക്സ്, അതിൻ്റെ ഉള്ളിൽ പേഴ്സണൽ ഐറ്റം ഒക്കെ കൊള്ളണം എന്നാണ് അവർ കർശനമായി പറഞ്ഞിരുന്നത്. ലഗേജ് കറക്റ്റായിരുന്നു. 23 കിലോന് താഴെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കയ്യിലുള്ള പേഴ്സണൽ ഐറ്റവും വലിയ കനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നത് കഷ്ടമായിരുന്നു. പക്ഷേ ഹാലിഫാക്സിൽ അവർ ഇതാണ് ഹാലിഫാക്സ് എയർപോർട്ട്. ഇതിന് മുൻപും ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോസിൽ. അപ്പോൾ 1 മാസത്തേക്കാണ് നമ്മൾ പോകുന്നത്. 1 മാസം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരും. ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിന് കയറുന്നതിന് മുന്നേ വെള്ളക്കുപ്പിയൊക്കെ ഒന്ന് കാലിയൊക്കെ ആയിരുന്നു. കയ്യിലുണ്ടായിരുന്നത് ചൂടുവെള്ളമായിരുന്നു. ഇനി അതിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് ചൂടുവെള്ളം ഇത്തിരി കഷ്ടമാണ്. സെക്യൂരിറ്റി ചെക്കൊക്കെ വേഗം കഴിഞ്ഞ് ഞങ്ങളെത്തി. നമ്മുടെ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. ഫ്ലയർ എയർലൈൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത സമയം അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം എല്ലാത്തിനും നല്ല റേറ്റ് ആയിരുന്നു. സീറ്റ് ഒരു ഭാഗത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എക്സ്ട്രാ ഓൾറെഡി പേ ചെയ്തിരുന്നു. അതുകൊണ്ട് 3 പേർക്കും ഒരേ ഭാഗത്ത് തന്നെ സീറ്റൊക്കെ കിട്ടി. Are you ready? No? Ready da? Okay. 1 വർഷത്തിന് ശേഷം ഫ്ലൈറ്റിൽ കയറുന്നതുകൊണ്ട് മീഴ്ക്കുട്ടി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എല്ലാം വളരെ അധികം ആകാംക്ഷയോട് കൂടി പുറത്തേക്ക് നോക്കി കാണുന്നുണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് കുറച്ച് നേരം ഇരിക്കില്ലേ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ടിം ഹോട്ടൻസ് ആൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി കൈ പിടിച്ചിരുന്നു. ഹാലിഫാക്സിൽ നിന്ന് ഞങ്ങൾ വിട പറഞ്ഞിരിക്കുകയാണ്. ഇതാ ഞങ്ങൾ അങ്ങനെ മോൺട്രിയലിൽ എത്തിയിരിക്കുന്നു. ഇവിടുത്തെ പുഴകളൊക്കെ കണ്ടോ? വല്ല കടൽ പോലെയാണ്. അത്രയും വെള്ളം കൊതിയാവും കണ്ട. നമ്മുടെ നാട്ടിലെ പുഴകളൊക്കെ ഇപ്പോൾ പകുതി വെള്ളവും പകുതി മണ്ണും മാത്രമാണ്. ചെറിയ കുട്ടി ഫ്ലൈറ്റുകളൊക്കെ കിടക്കുന്ന കണ്ടില്ലേ? ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇനി ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മോൺട്രിയലിലെത്തി. ഇനി എത്തിയോ? മിഴി അവളുടെ വല്യമ്മയും വലിയച്ഛനും കാണാൻ വേണ്ടിയിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട്. കാനഡിയൻ അമ്മായി ഞങ്ങളെ കൊണ്ടുപോകാൻ അവർ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇതവിടെ പോയിട്ട് 10 ദിവസങ്ങളിലെ കാഴ്ചയായിരുന്നു കേട്ടോ. അവർ പുതിയ ടേബിൾ ടെന്നീസിൻ്റെ ടേബിളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് മോൺട്രിയലിലെ വിശേഷങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.